അഡ്വക്കേറ്റ് ശാന്തി മായാദേവി, ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഈ പല കേസുകൾ പ്രതിയായ ഒരാൾക്ക് ഇത്ര സുഖകരമായി അയാൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച് എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് ജീവിക്കാൻ കഴിഞ്ഞത്? അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നു എന്നൊരു പരിധിവരെ പറയാം. പക്ഷേ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കുട്ടിയെയും കൊണ്ട് ഒരു ചെറിയ ആശുപത്രിയിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയുന്നു, മേൽ ചികിത്സ വേണ്ട എന്ന് പറയുന്നു, ഏതാണ്ട് 1.25 മണിക്കൂർ ഇങ്ങനെ ചെലവിടുകയാണ് തർക്കിച്ച്. ഇയാളുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് ഈ സംവിധാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയാണ്. ആ 1.25 മണിക്കൂറിന് കൊടുക്കേണ്ടി വന്ന വില എത്രത്തോളം എന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടാലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിൽ മാനസികമായി തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയോ ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക? എല്ലാ ചർച്ചകളും സാധാരണയായിട്ട് വരുന്നത് എങ്ങും എത്താതെ ഒരു ദിശാബോധത്തിലേക്ക് ആ ചർച്ച അവസാനിക്കാതെയാണ് കാണുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ പല ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ അദ്ദേഹവും എല്ലാം തന്നെ ഇതിനകത്തേക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്തേക്ക് ഒരു ദിശാബോധം കൊണ്ടുവരാം, എന്തൊക്കെ പദ്ധതികൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത്രയൊരു ഹാർഡ് കോർ ക്രിമിനൽ, കോബ്ര എന്ന് വിളിക്കുന്ന വിളിപ്പേരുള്ള ഒരു ഗാങ്സ്റ്റർ, അയാളെ വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കുട്ടികൾ അയാളുടെ കൂടെ തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്തു എന്നും കേട്ടിരിക്കുന്നു. പോക്സോ പ്രകാരം കേസെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്കെതിരെ 302 സെക്ഷൻ 302 മർഡർ, വധശിക്ഷ, അതൊരു ഡെത്ത് പെനാൽറ്റി, റെയറസ്റ്റ് ഓഫ് റെയർ കേസാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 302 വരുമ്പോൾ പിന്നെ അതിലെല്ലാം ആയി കഴിഞ്ഞു. പിന്നെ അമ്മയുടെ അറസ്റ്റ് അവരിപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് വൈകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ തന്നെ ഒരു സിയോമോട്ടോ കോഗ്നിസൻസ് എടുത്തുവെന്നും തിങ്കളാഴ്ച അതൊരു പില്ലിൻ്റെ രൂപത്തിൽ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ രൂപത്തിൽ വരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരമുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം വരുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ പറഞ്ഞു, ഗവൺമെൻറ് മെഷീനറി ഉണ്ട്, കുറേ പദ്ധതികളുണ്ട്, അതെല്ലാം ഞങ്ങൾ ഒന്നും കൂടെ ശാക്തീകരിക്കപ്പെടുന്നുണ്ട്, ശക്തിയാക്കുന്നുണ്ട്. ഒന്നല്ല, ഒരു 100 തവണ ശക്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. സർക്കാർ ചെയ്യുന്നുണ്ട്, സർക്കാർ ചെയ്യുന്നു. അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി പറയാണ്, സർക്കാർ അത് ചെയ്തു ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പബ്ലിക്കിൻ്റെ ആണ്. അതായത് ഒരു സാധാരണക്കാരൻ 30 ലക്ഷത്തിന് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ 3 ലക്ഷമാണ് സർക്കാരിന് കൊടുക്കുന്നത്. അതിൽ നിന്നും സർക്കാർ ചെയ്യുന്നു, സമ്മതിച്ചു. പക്ഷേ എന്നാലും സർക്കാർ അതിനുള്ള മനസ്സ് കാണിക്കുന്നു. പക്ഷേ എന്തും ഞങ്ങളത് ചെയ്യും, ഞങ്ങളിങ്ങനെ ചെയ്യും, അങ്ങനെയല്ല അത് വേണ്ടത്. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് എടുത്തു നോക്കണം. എന്താണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നതാണ് CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടത്തുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. എന്തിനാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്? അതായത് എന്ന് മരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു കുട്ടി ജനിച്ചു എന്ന് ഒരു രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ടെന്ന് ഇപ്പോൾ ലോകം മൊത്തം അറിയണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. പക്ഷെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നത് മുതൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ആ ഒരു ചൈൽഡ് സ്റ്റേജ് കഴിയുന്നത് വരെ ആ കുട്ടി സുരക്ഷിതയാണോ, അതിന് കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ, അതിന് കൃത്യമായ വാക്സിൻസ് കൊടുക്കുന്നുണ്ടോ, അതിനെ വീട്ടിൽ നന്നായിട്ടാണോ നോക്കുന്നത്, അതിന് വല്ല പീഡനങ്ങളുണ്ടോ, ഈ പോക്സോ അട്രോസിറ്റി എന്തെങ്കിലും ഉണ്ടോ, സെക്ഷൽ അബ്യൂസ് ഉണ്ടോ, ഇതൊക്കെ ആര് തിരക്കണം? നേരത്തെ എല്ലാവരും പറഞ്ഞു പേരൻസ് ആണ്. ശരിയാണ്, പ്രൈമറി ആയിട്ട് ജനിപ്പിച്ച പേരൻസ് തന്നെയാണ്. അതിന് ജന്മം നൽകിയ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ബാക്കി വീട്ടിൽ മുതിർന്ന ആളുകളോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും കുട്ടിയെ സംരക്ഷിക്കേണ്ടതാണ്. ഇനി അവർ സംരക്ഷിച്ചില്ലെങ്കിലാണ് ആര് സംരക്ഷിക്കണം? നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഈ ഒരു വെൽഫെയർ സൊസൈറ്റിയിലാണ്. അപ്പോൾ സ്റ്റേറ്റാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ് മെഷീനറീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എല്ലാ ജില്ലയിലും ഉണ്ടാക്കിയിട്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ശരിയാക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്കും ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്.
അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ വാക്സിനേഷൻ ടൈമിൽ ഇടയ്ക്കോ വല്ലതും ഈ ആശാ വർക്കേഴ്സോ അങ്ങനെ പലരും വീട്ടിലേക്ക് വരാറുണ്ട്. ആ കുട്ടിക്ക് വാക്സിൻ എടുത്തോ, എടുത്തിട്ടുണ്ട്, പേരെന്താണ്, കഴിഞ്ഞു, അവരുടെ ജോലി കഴിഞ്ഞു. എന്നാൽ എല്ലാ മാസവും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞു, പിന്നെ കുട്ടി ഡോക്ടർ അങ്ങനെയുള്ള പദ്ധതിയൊക്കെ പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്, അങ്ങേയറ്റം ചാരിതാർത്ഥ്യം അറിയിക്കുന്നു ഇങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യുന്നതിൽ. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ശരിക്കും എന്നെ പോലുള്ള, ഞാനൊരു അഭിഭാഷക എന്നുള്ള രീതിക്കല്ല, ഞാനൊരു മാതാവാണ്, ഞാനൊരു സാധാരണ ഒരു ജനത അല്ലെങ്കിൽ ഒരു ജനം എന്ന രീതിക്ക് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ശരിക്കും ഈ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അത് ഒരു സർക്കാരിൻ്റെ അല്ല, ഏതൊരു സർക്കാരായിരുന്നാലും അതൊരു പരാജയം തന്നെയാണെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. കൃത്യമായിട്ടും ഒരു പാലിയേറ്റീവ് കെയറിൽ കൂടെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു ചെറിയ, അതായത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ അവരുടെ വിങ് ഉണ്ട്. ഇപ്പോൾ ABVP ഉണ്ട്, DFI ഉണ്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഇവർക്കൊക്കെ ഇലക്ഷൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വോട്ടേഴ്സ്, എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാം. എന്നാൽ വാർഡ് തിരിച്ച് ആ വാർഡിൽ എത്ര കുട്ടികളുണ്ട്, അവരുടെ അവസ്ഥ എന്താണ്, ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലില്ല. ഇതുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന കുട്ടികളുടെ കഥയും അവരുടെ അവസ്ഥയൊക്കെ ഇതിനു മുന്നേ വന്നേനെ. പക്ഷേ CWCയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഞാൻ അഭിഭാഷകയാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു കേസ് കൈകാര്യം ചെയ്യുണ്ടായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ വളരെ മോശം പ്രവൃത്തി, എനിക്കിത് പറയാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെയാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇവർ അങ്ങനെയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ 100 കേസിൽ ഇവർ 10 നല്ലതായിരിക്കാം ചെയ്യുന്നത്. ഇവർ എന്ത് എൻക്വയറി നടത്തിയിട്ടാണ് ആരെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇന്ന കുട്ടി ഇവിടെയുണ്ട്, ആ കുട്ടിക്ക് ആരും നോക്കുന്നില്ല, അതിനെ സ്കൂളിൽ വിടുന്നില്ല, ഉടനെ ചെല്ലുന്നു, ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത് പിള്ളേരെ പിടുത്തപ്പാരുടെയൊക്കെ ജോലിയാണ്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കേസിൽ അമ്മ മരിച്ച ഒരു കുട്ടിയാണ്, അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, അച്ഛൻ ഈ കുട്ടി അന്ന് തന്നെ, അമ്മ മരിച്ചതിൻ്റെ അന്ന് തന്നെ അച്ഛൻ പോയി, പിന്നെ വന്നിട്ടില്ല. അമ്മൂമ്മയാണ് ആ കുട്ടിയെ വളർത്തിയിരുന്നത്. അവർക്ക് പെൻഷനുണ്ട്, ഒരു 10-700, അവർക്കൊരു തേങ്ങാ പുരയിടമുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. ഒരു മാസം അവർക്ക് 7000 രൂപയുടെ വരുമാനമുണ്ട്. ആ കുട്ടി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. 3 നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നാണ് അമ്മൂമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കുട്ടിയെ ഈ അമ്മൂമ്മയുടെ മകൻ തന്നെ സ്വത്തിന് വേണ്ടിയിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വിളിച്ചു പറയാണ്, ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചു പറയാണ് ഈ കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ലെന്ന്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വരുന്നു, എൻക്വയറി കാര്യങ്ങൾ നടത്തുന്നു, ഇവരെ വിളിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, ആ കുട്ടിക്ക് പനി വന്ന് കിടന്നപ്പോഴേക്കും മുഷിഞ്ഞ വസ്ത്രം ഇട്ടിരുന്നു, ഒരാഴ്ച സ്കൂളിൽ പോയില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഹാജരാക്കി. ഡോക്ടറിൻ്റെ, അതായത് ചെവിക്ക് വേദനയാണ്, ഒരാഴ്ച സ്കൂളിൽ പോകാൻ പാടില്ല, പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, കുട്ടിയെ അങ്ങ് കസ്റ്റഡിയിൽ അങ്ങ് എടുത്തു. അമ്മൂമ്മ കോടതി മൊത്തം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ അമ്മൂമ്മ കയറി ഇറങ്ങി. ഞാനാണ് ആ കേസ് നടത്തിയത്. അവസാനം കോടതിയിൽ ടെക്നിക്കൽ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് വീണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ പോയി 5 അംഗ ബെഞ്ച് കേട്ടു. വീണ്ടും പറഞ്ഞു ഈ കുട്ടി ചൈൽഡ് ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്, കുട്ടിയെ വിട്ടുതരില്ല, കുട്ടിയെ അമ്മൂമ്മ നോക്കുന്നില്ല, 7000 രൂപ പോരാ എന്നാണ് പറഞ്ഞത്. ഹൈക്കോടതിയിൽ വന്ന് കേസ് നടത്തിയിട്ട് അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കോടതിക്ക് ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. ജഡ്ജ്മെൻറ്റ് വരുന്നതിൻ്റെ തലേ ദിവസം ഈ അമ്മൂമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ കിട്ടുന്നില്ല, ഞാൻ അവനെ എന്ത് നന്നായിട്ടാണ് നോക്കിയിരുന്നത്, അവന് ഞാൻ എത്ര നന്നായിട്ടാണ് ഫെസിലിറ്റി കൊടുത്തത്, ഇതിനാണോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ നല്ല വീട്ടിലെ പിള്ളേരെ എന്തിനാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. എന്തുണ്ട് മറുപടി പറയാൻ? നാളെ ജഡ്ജ്മെൻറ്റ് വരും, കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നാൽ കുട്ടിയെ തിരിച്ച് കിട്ടും എന്ന് പറയുകയാണ്. അവർ വളരെ കരച്ചിലായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. ഒരു BP പോലും മരുന്ന് കഴിക്കാത്ത അമ്മൂമ്മയാണ് ഈ കുട്ടിയെ കിട്ടാഞ്ഞിട്ട് നെഞ്ചു പൊട്ടി മരിക്കുന്നത്. പിറ്റേ ദിവസം കോടതിയിൽ ഇത് ചർച്ച ചെയ്തു. അപ്പോൾ ശരിക്കും ഈ പിറ്റേന്ന് ജഡ്ജ്മെൻറ്റ് വളരെ ഫേവറബിൾ ആയിട്ട് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ വ്യവസ്ഥകളും, എല്ലാ വ്യവസ്ഥകളുമാണ്, ഈ സർക്കാരോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറി അങ്ങനെ ഒന്നുമില്ല, എല്ലാ വ്യവസ്ഥകളും എല്ലാവരും കൂടെ ചേർന്ന് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്കി മാറ്റി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈലജ മിനിസ്റ്ററും അതുപോലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനുണ്ട്. ഞാൻ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതുപോലുള്ള എത്ര ഇൻസിഡൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം, എറണാകുളത്തിരുന്നാണ് ഞാനിത് നടത്തുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ നോർത്ത് പാലത്തിൻ്റെ അടിയിൽ കുറേ കുട്ടികളുണ്ട്. മലയാളികളല്ലാത്തതുകൊണ്ടാണോ ഈ കുട്ടികളെ ഒന്നും കൊണ്ട് സംരക്ഷിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഒന്നാണെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. TDM ഹാളിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ച് പറയുന്ന എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്. പക്ഷേ അതിൽ ഒരു 100% കൃത്യമായിട്ടുമുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം. പക്ഷേ CWCയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ തൊടുപുഴയിൽ അല്ലെങ്കിൽ കോഴഞ്ചേരിയിലെ ഈ ഒരു പ്രത്യേക പ്രശ്നം വേറൊന്നും പറയാനില്ല. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എന്തെങ്കിലും കമ്മിറ്റികൾ വാർഡ് ബേസിൽ ഉണ്ടാക്കി കൃത്യമായി കുട്ടികളെ മോണിറ്റർ ചെയ്യുക. അതുപോലെ ഡേ കെയർ എന്ന് പറഞ്ഞ് നടത്തുന്ന ഫെസിലിറ്റി, നേരത്തെ പറഞ്ഞു പോക്സോ കോടതികളൊക്കെ വിപുലീകരിക്കുന്നു, വളരെ നല്ല കാര്യം. കാരണം ഞങ്ങളും ആ സമൂഹത്തിൽപ്പെട്ടതാണ്, കോടതികളിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടുത്തെ ഡേ കെയർസിൻ്റെ അവസ്ഥ എന്താണ്? കുട്ടികളെ എന്തുകൊണ്ട് ആൾക്കാർ പ്രൈവറ്റ് ഡേ കെയറിൽ വലിയ ഫീസ് കൊടുത്ത് വിടുന്നു?
കുട്ടികൾ ഇവിടുത്തെ ഡേ കെയറിലെ ഈ ആക്ടിവിറ്റീസ്, ഇപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യേണ്ട സമയം, അവർക്ക് അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിനകത്തുണ്ടോ, ആ ഒരു ക്ലെൻലിനെസ് ഉണ്ടോ, കുട്ടികൾക്ക് ആ ഒരു സോഷ്യലായിട്ട് ഇമോഷണലായിട്ടും അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിന് പറ്റിയ അറ്റ്മോസ്ഫിയർ ആണോ, ഇതെല്ലാം തന്നെ വളരെ ഒരു ദുരനുഭവമാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സർക്കാർ അത് ചെയ്യും ഇത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഇത് യഥാർത്ഥ രീതിയിൽ സമൂഹത്തിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്.